ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഇടതൂർന്ന മുടി വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നെറ്റി കയറൽ, താരൻ, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറിയിട്ട് മുടി നല്ല ആരോഗ്യത്തോടെ നല്ല ഉള്ളോടുകൂടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണിത്. ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു റെമഡിക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സവാളയാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ഇതിനായിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി എടുക്കാം. സവാളയിൽ ധാരാളം സൾഫർ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ, നെറ്റി കയറ് എല്ലാം മാറ്റിയിട്ട് നല്ലപോലെ മുടി കട്ടിയോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് പുതിയ മുടിയൊക്കെ കിളിർത്ത് വരാനായിട്ട് ഈ സവാള അല്ലെങ്കിൽ ഉള്ളി ഹെൽപ്പ് ചെയ്യും. ഈ സവാള നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ സവാള നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നീര് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുൻപ് ഒനിയൻ വെച്ചിട്ട് ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മികച്ച റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത്. നല്ല റിസൾട്ട് തന്നെ ഉപയോഗിച്ചവർക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താഴെ. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത്. ഇനി ഈ ഉള്ളിയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ കൂടി ചേർത്തിട്ട് ഇത് രാത്രി മുഴുവൻ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കണം. ഇതിപ്പോൾ ഫുൾ നൈറ്റ് ഉലുവ ഞാൻ സവാള നീരിൽ കുതിർത്തി വെച്ചിരുന്നു. നന്നായിട്ട് തന്നെ ഉലുവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഉലുവ നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കണം. ഉലുവ ഞാനിവിടെ അരിച്ച് മാറ്റിയിട്ട് സവാള നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉലുവ നമ്മൾ കുതിർത്തിയെടുത്തുകൊണ്ട് ഉലുവയുടെ ആ ഒരു ഗുണങ്ങളും ഈ സവാള നീരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെ എല്ലാ ഗുണങ്ങളും അതേപോലെ തന്നെ സവാളയുടെ ഗുണങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ജ്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് അരച്ചിട്ട് നമുക്ക് ഹെയർ പാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. തൈരിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉലുവ അരച്ചിട്ട് അത് രണ്ടും കൂടി അരച്ചിട്ട് നമുക്ക് ഒരു ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി ഉലുവയുടെയും സവാളയുടെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ വെള്ളമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ ഈ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഏത് എസൻഷ്യൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ റോസ്മേരിക്ക് പകരം ടീ ട്രീ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ലാവൻഡർ എസൻഷ്യൽ ഓയിലോ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാസ്റ്റർ ഓയിലിന് പകരമാണെന്നുണ്ടെങ്കിലും വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് തേക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തലയിൽ എണ്ണ തേക്കണം എന്ന് നിർബന്ധമില്ല. കാരണം നമ്മളിതിൽ ഓൾറെഡി നമ്മൾ ഓയിൽ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഓയിൽ തേക്കണം എന്ന് നിർബന്ധമില്ല. ഇത് ഓൾറെഡി നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പുവോ താളിയോ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഈ പാക്ക് തലയിൽ തേക്കണം. മുടിക്ക് ഉള്ളിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ഇത് ചെയ്താൽ പുതിയ മുടിയൊക്കെ കിളിർത്ത് വരും. ഇപ്പോൾ നെറ്റി കയറിൽ അതേപോലെ തന്നെ ഒരുപാട് വട്ടത്തിലൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മുടിയൊക്കെ കിളിർത്ത് വരും. പിന്നെ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ മുടിക്ക് തിക്നെസ് വയ്ക്കാനായിട്ടും ഈ ഒരു റെമഡി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടി ഇടതൂർന്ന് വളരാനായിട്ട് തുടങ്ങും. നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 തവണയെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് മുടിയിൽ കാണാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ആരോഗ്യത്തോടെ ഉള്ളോടുകൂടി തന്നെ വളരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്